മുണ്ടക്കയം. യാത്രകളിൽ എനിക്ക് പോകാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം. മുണ്ടക്കയത്തെ സ്പോട്ടുകളിൽ ഏറ്റവും മനോഹരമാകുന്നത് ഇവിടുത്തെ വെള്ളച്ചാട്ടങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ നമ്മൾ കണ്ട എല്ലാ സ്പോട്ടുകളും ഇന്ന് ഈ വീഡിയോയിൽ ഒരുമിച്ച് കാണുകയാണ്. മുണ്ടക്കയത്ത് നമ്മൾ കണ്ട എല്ലാ വെള്ളച്ചാട്ടങ്ങളുടെയും ഒരു ഫുൾ എപ്പിസോഡാണിത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒറ്റ ദിവസത്തിൽ കണ്ടു തീർക്കാവുന്ന മനോഹരമായ വെള്ളച്ചാട്ടങ്ങളാണ് ഇവയെല്ലാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കൂടിയാവും ഇത്. കാണാം മുണ്ടക്കയത്തെ മനോഹരമായ വെള്ളച്ചാട്ടങ്ങളുടെ കാഴ്ചകൾ. ഫോർത്ത് മ്യൂസിക്കിലേക്ക് സ്വാഗതം. ആദ്യം നമ്മൾ തെക്കേമലയുടെ ഭാഗത്തേക്കാണ് പോകുന്നത്. തെക്കേമല ഒരു വെള്ളച്ചാട്ടമാണ്. മുണ്ടക്കയത്ത് നിന്ന് കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഓഫ് റോഡിനൊക്കെ പേര് കേട്ടിട്ടുള്ള ഉറുമ്പിക്കരയുടെ ഭാഗത്തേക്ക് ട്രാവൽ ചെയ്ത് എത്തിച്ചേരാവുന്ന മനോഹരമായ സ്പോട്ടാണ് തെക്കേമല. അതിരാവിലെ തന്നെ മുണ്ടക്കയം പാലത്തിൻ്റെ ഭാഗത്തിറങ്ങിയെന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് മുന്നോട്ടുള്ള യാത്ര തുടർന്നത്. പാലത്തിൻ്റെ ഭാഗത്ത് നിന്ന് മുണ്ടക്കയം കുട്ടിക്കാന റോഡ് കയറി ഒരു 2 കിലോമീറ്റർ പോയിട്ട് ടൗൺ അവസാനിക്കുന്ന ഭാഗത്ത് നിന്ന് ലെഫ്റ്റ് തിരിയണം. അതായത് കൊടികുത്തി എന്നൊക്കെ അറിയപ്പെടുന്ന വ്യൂ പോയിന്റിന് മുമ്പായിട്ട് ഒരടയാളം പറയാനായിട്ട് തിരിയുന്ന ഭാഗത്ത് ബോയ്സ് എസ്റ്റേറ്റിൻ്റെ ബോർഡൊക്കെ കാണാം. അതുപോലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ ആർച്ചും കാണാൻ പറ്റും. ഇവിടെയൊക്കെ റംബുട്ടാൻ്റെ വമ്പം ബിസിനസ്സാണ്. റോഡിൻ്റെ ഇരുഭാഗത്തും റംബുട്ടാൻ്റെ കച്ചവടം പൊടിപൊടിക്കുകയാണ്. നല്ല റോഡാണ്, ഒറ്റവരിപ്പാത, ഇരുഭാഗത്തും റബ്ബർ തോട്ടങ്ങളും, കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ. ഈ വഴി നമ്മൾ ആദ്യം എത്തുന്നത് കൈതത്തോട്ടങ്ങൾ നിറഞ്ഞൊരു പ്രദേശത്തേക്കാണ്. മനോഹരമായ ഒരു പ്രദേശത്തേക്ക്. ഈ ഒരു എക്സ്പീരിയൻസ് ഈ യാത്രയിൽ മറക്കാനാവാത്തതാണ്. കൈതത്തോട്ടങ്ങൾക്കിടയിലൂടെ നീളുന്ന ഈ ഒറ്റവരി പാതയിലൂടെ ഈ ബൈക്ക് ഇങ്ങനെ സ്ലോ മോഷനിൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഓടിക്കുന്നത്. മുന്നോട്ടും ഇങ്ങനെ തന്നെ പലതരത്തിലുള്ള കൃഷിയിടങ്ങളുടെ കാഴ്ചകൾ കണ്ടുള്ള ഒരു യാത്രയാണ്. ഇടയ്ക്കൊരു തൂക്കുപാലമുള്ള സ്ഥലമുണ്ട്. തൂക്കുപാലത്തിൽ കയറുന്നതും അവിടെ മുകളിൽ നിന്ന് ആറിൻ്റെ കാഴ്ചകൾ കാണുന്നതും ആ ചുറ്റുപാടുമൊക്കെ നല്ല രസമുള്ള എക്സ്പീരിയൻസ് ആണ്. ആറിൻ്റെ ഒഴുക്കിന് വല്ലാത്തൊരു വശ്യതയാണ്. ചുറ്റും പൂക്കളുടെ ഒരു മണവും ആറിൻ്റെ ശബ്ദവും കിളികളുടെ പാട്ടും ഒക്കെ കൂടി നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് അല്പം മുന്നോട്ട് പോയാൽ നമ്മൾ ആദ്യത്തെ സ്പോട്ടിലേക്ക് എത്തും. ആ ദൂരെ കാണുന്ന വിസ്മയ കാഴ്ചയുടെ അടുക്കലേക്ക് നമ്മളങ്ങനെ ആദ്യത്തെ സ്പോട്ടിലേക്ക് എത്തി. വെംബ്ലി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ദൂരെ നിന്ന് തന്നെ നമ്മളെ അടുക്കിലേക്ക് മാടി വിളിക്കുന്നൊരു വെള്ളച്ചാട്ടമാണ് ഇവിടെ ഉള്ളത്. ഈ കാണുന്ന റബ്ബർ തോട്ടത്തിൻ്റെ ഭാഗത്തൂടെ നടന്നാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുക്കിലേക്ക് എത്താം. ഒരു 200 മീറ്റർ സംതിങ് മാത്രം. റോഡിൽ വാഹനം പാർക്ക് ചെയ്ത് അധികം നടക്കാതെ തന്നെ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ പറ്റും. അതും അതീവ സൗന്ദര്യമുള്ളൊരു വെള്ളച്ചാട്ടം. ദൂരെ നിന്നുള്ള കാഴ്ചയിൽ തന്നെ നമ്മൾ അറിയാതെ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് അതിവേഗത്തിൽ നടന്നെത്തും. കണ്ടില്ലേ, ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസിന് തുല്യമല്ലേ? നല്ല ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒന്ന്. ഒരു ഭീമൻ വെള്ളച്ചാട്ടം തന്നെയെന്ന് പറയാം. ഈ ഗ്രാമത്തിൻ്റെ പേരിൽ തന്നെയാണ് ഈ വെള്ളച്ചാട്ടം അറിയപ്പെടുന്നത്. വെംബ്ലി കോട്ടയം കൊക്കയാർ പഞ്ചായത്തിൻ്റെ പരിധിക്കുള്ളിൽ വരുന്ന പ്രദേശമാണിത്. ഈ ഭാഗത്തിന് 2 വെള്ളച്ചാട്ടം കൂടിയുണ്ട്. 100 ഏക്കർ എന്നുകൂടി ഈ വെള്ളച്ചാട്ടത്തിന് പേരുണ്ട്. മുന്നിൽ കാണുന്ന റബ്ബർ തോട്ടം നൽകിയ പേരാണ്. മുന്നിൽ ഏത് ഭാഗത്ത് നിന്നാലും നമ്മൾ നനയുമെന്ന് ഉറപ്പാണ്. അത്രയ്ക്ക് ശക്തിയിലാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത്. നേർത്ത വെള്ളത്തുള്ളികൾ വന്ന് പതിച്ച് ഈ തണുത്ത കാറ്റേറ്റ് ഈ കാഴ്ച കണ്ടു നിന്നാൽ സമയം പോകുന്നത് അറിയില്ല. വന്ന വഴി തന്നെ മുന്നോട്ട് 1 കിലോമീറ്റർ പോയാൽ അടുത്ത സ്പോട്ടായി. ഒരു വളവ് മാത്രം തിരിയേണ്ട കാര്യം. ഇതിൻ്റെ ഇടയ്ക്കുള്ള വളവിൻ്റെ ഭാഗത്ത് നിന്ന് നേരെ കാണുന്ന വഴി പോയാൽ മറ്റൊരു വെള്ളച്ചാട്ടത്തിലേക്ക് എത്താം. മുകളിലെ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് തിരികെ വന്ന് അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാം. നമ്മളങ്ങനെ 2ാമത്തെ സ്പോട്ടിലേക്ക് എത്തി. വടക്കേമല അല്ലെങ്കിൽ പാപ്പാനി വെള്ളച്ചാട്ടം എന്നൊക്കെയാണ് ഈ വെള്ളച്ചാട്ടം അറിയപ്പെടുന്നത്.
ഏകദേശം 1000 അടി ഉയരത്തിൽ നിന്നാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത്. അതും തട്ടായിട്ട്. മനോഹരമായ കാഴ്ചയാണ്. എപ്പോഴും ആൾത്തിരക്കുള്ള സേഫായ ഒരു ലൊക്കേഷനാണിത്. ഈ 2 സ്പോട്ടുകളും അങ്ങനെ തന്നെ. തട്ടുകളിലായി താഴേക്ക് ഇങ്ങനെ വെള്ളം പതിക്കുന്നത് കാണാൻ നല്ല ചന്തമാണ്. മുന്നിൽ കുളിക്കാനൊക്കെ പറ്റുന്ന അധികം ആഴമില്ലാത്തൊരു ഏരിയ ഉണ്ട്. അവിടെ ഇറങ്ങി നമുക്കൊന്ന് കുളിച്ച് കയറാനൊക്കെ പറ്റും. ഇവിടെ വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് ചെറിയൊരു ക്ഷേത്രമൊക്കെ ഉണ്ട്. ക്ഷേത്രത്തിൻ്റെ ഭാഗത്തൂടെ നടന്നാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുക്കലേക്ക് എത്താം. മെയിൻ വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് വലത്ത് ഭാഗത്തായിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടം കൂടിയുണ്ട്. കാലമേ ഞാൻ തേടുമീ മണ്ണിൽ കണ്ട വെളിച്ചമേ, വിണ്ണിൽ പാറിയ ലോകം മണ്ണിൽ തന്ന സ്വപ്നം നീയാ കാലമാ. ഇനി അടുത്ത സ്പോട്ടിലേക്കാണ് നമ്മുടെ യാത്ര. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മുമ്പേ കണ്ട വളവിൻ്റെ ഭാഗത്ത് നിന്ന് അല്പം ഓഫ് റോഡിന് സമമായ വഴിയെ പോയാൽ അടുത്ത സ്പോട്ടിലേക്ക് എത്താം. വെള്ളപ്പാറ വാട്ടർഫാൾസ്. വഴിയുടെ പകുതി വരെ ബൈക്കിൽ പോകാം, പിന്നീട് നടക്കണം. ഏകദേശം ഒരു 500 മീറ്ററോളം. വളവിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ റോഡ് വളരെ മോശമാണ്. ഈ ഭാഗത്തൊക്കെ റബ്ബർ തോട്ടങ്ങളാണ്. റബ്ബർ തോട്ടത്തിൻ്റെ നടുവിലൂടെയാണ് വഴി പോയിരിക്കുന്നത്. ഒറ്റപ്പെട്ടൊരു പ്രദേശം എന്ന് പറയാം. ഇടയ്ക്കൊരു ചെറിയ അരുവിയുണ്ട്. അരുവി ഒഴുകുന്നത് തന്നെ റോഡിൻ്റെ ഭാഗത്തൂടാണ്. അരുവിയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് മുന്നോട്ട് ചെന്നാൽ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. അതീവ സൗന്ദര്യമുള്ള കാഴ്ചയാണ്. നല്ല ഉയരമുള്ളൊരു വെള്ളച്ചാട്ടമാണ്. ഒരുപാട് തട്ടുകളിലായി പതങ്ങി താഴേക്ക് പതിക്കുന്നു. ചുറ്റും വനത്തിന് തുല്യമായ സ്ഥലം. ഉറുമ്പിക്കര ഓഫ് റോഡ് ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് കാണാനുള്ള ലൊക്കേഷൻസാണ് നമ്മൾ കണ്ട ഈ 3 വെള്ളച്ചാട്ടങ്ങളും. കേരളത്തിലെ ഓഫ് റോഡിന് പേര് കേട്ടിട്ടുള്ള സ്ഥലമാണ് ഉറുമ്പിക്കര. വടക്കേമല വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് നേരെ പോയാൽ നമുക്ക് ഉറുമ്പിക്കരയിലേക്ക് എത്താൻ പറ്റും. വടക്കേമല വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വളവ് തിരിഞ്ഞാൽ പിന്നെ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മനോഹരമായൊരു സ്പോട്ടാണ് ഉറുമ്പിക്കരയും. കണ്ണെടുക്കാതെ നോക്കി നിൽക്കാൻ തോന്നിക്കുന്ന സൗന്ദര്യമാണ് ഈ വെള്ളച്ചാട്ടത്തിലുള്ളത്. തൂവെള്ള നിറത്തിൽ ആരെയും ആകർഷിക്കുന്ന വശ്യതയോടെ ഒരുപാട് ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒന്ന്. മുന്നിൽ വലിയ ഉരുളൻ പാറകൾ കാണാം. ഈ 3 വെള്ളച്ചാട്ടങ്ങൾക്കും വ്യത്യസ്ത സൗന്ദര്യമാണ്. ഒരിക്കലും മടുപ്പ് തോന്നിക്കാത്ത, എത്ര കണ്ടാലും ആസ്വാദനം തീരാത്ത സൗന്ദര്യം. അങ്ങനെ വടക്കേമലയുടെ കാഴ്ചകളിൽ നിന്നും തിരികെ വന്നു. മുണ്ടക്കയം ടൗൺ അവസാനിക്കുന്ന ഭാഗത്ത് നിന്ന് കുട്ടിക്കാനം ഭാഗത്തേക്ക് തിരിഞ്ഞ് പള്ളിയങ്കാവ് ദേവീക്ഷേത്രത്തിന്റെ റോഡ് കയറി. ഇതാണ് ആ വഴി. ഇനിയുള്ള യാത്ര തെക്കേമലയിലേക്കാണ്. വലിയകാവ് ക്ഷേത്രത്തിന്റെ ആർച്ചിന്റെ ഭാഗത്ത് നിന്ന് ഒരു 7-8 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. നല്ല വഴിയാണ്. പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ. ഇടയ്ക്കിതാ ഇങ്ങനെയൊരു ഭാഗമുണ്ട്. ഒന്നിറങ്ങി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ്. വലിയ മരങ്ങളിൽ നിന്നും വേരുകൾ താഴേക്ക് തടിയോളം വലിപ്പത്തിൽ തന്നെ പടർന്നു കിടക്കുന്നു. ചെറിയ ഉരുളൻ കല്ലുകളിലൂടെ അരുവി പതങ്ങി താഴേക്കൊഴുകുന്നു. അരുവിക്ക് കുറുകെ 2 കരകളെയും ബന്ധിപ്പിച്ച് കൈവരികളില്ലാത്ത ഒരു ചെറിയ പാലം. റോഡിനോട് ചേർന്നാണ് ഈ പ്രദേശമുള്ളത്. അങ്ങോട്ടേക്കുള്ള യാത്രക്കിടയിൽ തന്നെ ഈ ലൊക്കേഷൻ നമുക്ക് വഴിയോരത്ത് കാണാൻ പറ്റും. നല്ല പോസിറ്റീവ് വൈബുള്ളൊരു സ്ഥലമാണ്. മുന്നോട്ടുള്ള യാത്ര തുടർന്നു. ഇനി ഇവിടെ നിന്ന് കഷ്ടിച്ചൊരു 2 കിലോമീറ്റർ കാണും. നേരെ പോയാൽ ഈ വളവിന്റെ ഭാഗത്ത് നിന്ന് നേരെ തന്നെ വീണ്ടും പോകണം. ഇവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ സ്പോട്ടിലെത്തും. അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തി. ഇവിടെ ഒരു പാലമുണ്ട്. പാലത്തിൽ നിന്ന് ദൂരത്തായിട്ട് നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റും. നല്ല രസമുള്ള കാഴ്ചയാണത്. പച്ചപ്പിന്റെ നടുവിൽ ഇങ്ങനെ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ച. ഞങ്ങൾ കുറച്ചു നേരം പാലത്തിന്റെ ഭാഗത്ത് നിന്ന് വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചു. നല്ല തണുത്ത കാറ്റാണ് വെള്ളച്ചാട്ടത്തിന്റെ ഭാഗത്ത് നിന്ന്. പതുക്കെ മുകളിലേക്ക് നടന്നു. വെള്ളത്തിനും പാറയ്ക്കുമൊക്കെ അപാര തണുപ്പാണ്. ഇവിടെ ഈ താഴ്ഭാഗം തന്നെ കണ്ടില്ലേ, എന്ത് ഭംഗിയല്ലേ. ചുറ്റും പലതരത്തിലുള്ള പൂക്കളും കിളികളുടെ ശബ്ദവും തണുത്ത ചെറു കാറ്റും സ്വച്ഛമായ പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് എത്തിയൊരു ഫീലാണ്. ഒന്ന് കണ്ണടച്ചാൽ മനസ്സിനെയും ശരീരത്തെയും നമുക്ക് പൂർവാധികം ശക്തിയോടെ വീണ്ടെടുക്കാൻ സാധിക്കും. കുറച്ചു നേരം ഇവിടുത്തെ കാഴ്ചകളിൽ മുഴുകി അറിയാതെ നിന്നുപോയി. അത്രയ്ക്ക് മനോഹരമായ സ്പോട്ടാണ്. വെള്ളം ഒഴുകി വരുന്ന ഭാഗത്തിന്റെ മറുഭാഗത്തൂടെ നടന്നാൽ മുകളിലേക്കെത്താം. ഒരു 150 മീറ്റർ മാത്രം. അധികം നടന്നു കയറാനായിട്ടില്ല. നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടം അല്ലേ. ഒരു 100-150 അടി ഉയരം കാണും.
ഒത്തിരി ഷാർപ്പ് എഡ്ജസിൽ തട്ടിയാണ് വെള്ളം താഴേക്ക് വീഴുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തൂവെള്ള നിറത്തിലാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത്. ഒന്ന് കുളിച്ചു കയറാൻ പറ്റിയ സ്പോട്ടാണ്. മുന്നിലധികം ആഴമില്ല. ഒരുപാട് പേര് മെയിൻ റോഡിന്റെ ഭാഗത്ത് ബസ് ഇറങ്ങി ഇങ്ങോട്ടേക്ക് ഇന്ന് വന്നിട്ടുണ്ട്. അത്രയ്ക്കും സേഫായ ലൊക്കേഷനായി അറിയപ്പെടുന്നൊരു സ്പോട്ടാണിത്. മുന്നിൽ നല്ല കറുത്ത നിറമുള്ള ഉരുളൻ പാറകളുണ്ട്. അവയ്ക്ക് മുകളിലേക്കാണ് വെള്ളം വന്ന് പതിക്കുന്നത്. മുമ്പേ കണ്ട വടക്കേമല വെള്ളച്ചാട്ടത്തിന്റെ ഓപ്പോസിറ്റ് സൈഡായാണ് ഈ വെള്ളച്ചാട്ടമുള്ളത്. അതുകൊണ്ടാവും ഈ മലകൾക്ക് തെക്കേമല എന്ന് പേര് കിട്ടിയത്. ഈ രണ്ട് സ്പോട്ടുകളിലേക്കുമുള്ള യാത്രയിൽ പ്രകൃതിയുടെ കാഴ്ചകളിൽ നിന്നും നമുക്ക് കിട്ടുന്നൊരു വൈബുണ്ട്. അതുതന്നെ മതി ഈ യാത്ര ഏറ്റവും സമ്പന്നമാക്കാൻ. ഇനി നമ്മുടെ ലാസ്റ്റ് സ്പോട്ടാണ് AKM വാട്ടർഫാൾസ്. തെക്കേമലയിലേക്ക് എത്തിയ വഴി തന്നെ തിരികെ പോകാതെ മുന്നോട്ട് പോയാൽ പെരുവന്താനം എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് എത്താം. മുന്നോട്ടുള്ള വഴിയുടെ ഇരുഭാഗത്തെയും കാഴ്ചകൾ മനോഹരമാണ്. ഒരു ഭാഗം നിറയെ ചെറു വെള്ളച്ചാട്ടങ്ങളാണ്, മറുഭാഗത്ത് മനോഹരമായ വ്യൂ പോയിന്റുകളും മലനിരകളിൽ നിന്നുള്ള നീരുറവകളാണ് ഈ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ. ഈ വഴി നേരെ എത്തുന്നത് ഇവിടേക്കാണ്, പെരുവന്താനത്തിന്റെ ഭാഗത്തേക്ക്. അതായത് വള്ളിയങ്കാവ് ദേവീക്ഷേത്രത്തിന്റെ ആർച്ചിന്റെ ഭാഗത്ത് നിന്ന് കുട്ടിക്കാനം പോകുന്ന വഴിയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നല്ല മഴ പെയ്തു തുടങ്ങി. മഴ തോരുന്നതിന് മുമ്പ് മെയിൻ റോഡിൽ ആദ്യം കണ്ട ഹോട്ടലിൽ കയറി കഴിച്ചു. നല്ല തനി നാടൻ ഊടായിരുന്നു. നല്ല ഭക്ഷണം, വീട്ടിലൊക്കെ കിട്ടുന്നത് പോലൊരു ഫീലായിരുന്നു. ഊണ് കഴിഞ്ഞ് മഴയുടെ കാഴ്ചകൾ കണ്ട് ഹോട്ടലിൻ്റെ ഭാഗത്ത് നിന്നു. മഴയത്ത് വഴിയിലൂടെ വാഹനങ്ങളൊക്കെ പോകുന്നത് കണ്ടു നിൽക്കാൻ ഒരു രസമല്ലേ. മഴ ചെറുതായിട്ടൊന്ന് തോർന്നപ്പോൾ യാത്ര തുടർന്നു. പെരുവന്താനത്ത് നിന്ന് ഈ കാണുന്ന ഇടത്തേക്കുള്ള വഴി തിരിയണം. സെന്റ് ആന്റണീസ് ചർച്ചിന്റെ ബോർഡൊക്കെ തിരിയുന്ന ഭാഗത്ത് കാണാൻ പറ്റും. ഈ പോകുന്ന വഴിക്ക് മനോഹരമായ ഒരു ലൊക്കേഷനിലാണ് ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. പെരുവന്താനം സ്കൂളിന്റെ വഴിയും ഇത് തന്നെയാണ്. ഈ റോഡ് നേരെ ചെന്നാൽ വെള്ളച്ചാട്ടത്തിന്റെ ഭാഗത്തേക്ക് എത്താം. പോകുന്ന വഴിക്കൊക്കെ നല്ല സൂപ്പർ ലൊക്കേഷൻസ് ഒരുപാടുണ്ട്. ഈ റോഡ് കുറച്ച് മുന്നോട്ട് ചെന്നാൽ തന്നെ മനോഹരമായ ഒരു വ്യൂ പോയിന്റ് ആണ്. മഴ തകർത്ത് പെയ്തപ്പോൾ കണ്ണിന് കുളിർമയായി കോടമഞ്ഞ് മൂടി. മുന്നോട്ടുള്ള വഴിക്ക് ഇങ്ങനെ ഒരുപാട് സ്പോട്ടുകൾ കാണാം. അതിൽ പ്രധാനം ഈ കൈതത്തോട്ടത്തിന്റെ ഭാഗമാണ്. കോടമഞ്ഞ് മൂടിയ വഴിയുടെ അവസാനം നമ്മൾ ഏകത്തേക്ക് എത്തിയിരിക്കുന്നു. എത്തിച്ചേരുന്ന ഭാഗത്ത് ഒരു പാലവും പാലത്തിൻ്റെ മറുഭാഗത്ത് ഒരു കുരിശടിയും കാണാം. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് ഒരു 650 മീറ്ററോളം നടന്നു വേണം വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് എത്താൻ. അങ്ങോട്ടേക്കുള്ള വഴിയുടെ പണികൾ നടക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ബൈക്കിൽ പോകാൻ പറ്റില്ല. മറ്റു വാഹനങ്ങളായാലും ഇത് തന്നെയാണ് അവസ്ഥ. വലിയൊരു മലയുടെ താഴ്വാര പ്രദേശമാണ്. മുകളിലേക്ക് ആൾതാമസമുണ്ട്. നടന്നു പോകുന്ന വഴിയുടെ ഒരു സൈഡിലായിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള അരുവിയാണ്. എങ്ങും പച്ചപ്പ് തന്നെ. ഒപ്പം കാഴ്ചകളിൽ കോടമഞ്ഞ് പൊതിയുന്നു. മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ മുന്നോട്ട് നടന്നു. പകുതിയോളം നടന്നു കഴിയുമ്പോൾ തന്നെ ദൂരത്തായിട്ട് വെള്ളച്ചാട്ടം കാണാം. മനോഹരമായ ഒരു കാഴ്ചയാണത്. ഇവിടെ നിന്ന് ഇനി കുറച്ചുകൂടെ നടന്നാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുക്കലേക്ക് എത്താം. റബ്ബർ തോട്ടമാണ് വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിലായി. തോട്ടത്തിൻ്റെ ഭാഗത്തൂടെ നടന്നു വേണം വെള്ളച്ചാട്ടത്തിൻ്റെ അടുക്കലേക്ക് എത്താൻ. നല്ല ഫോഴ്സ് ഉണ്ട്. മഴ തകർത്ത് പെയ്തിട്ടും നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഒരു 70-75 അടി ഉയരം കാണും. പിന്നിലായി വനത്തിന് തുല്യമായ ഒരു പ്രദേശം. വലിയൊരു പാറയുടെ ഒരു ഭാഗത്തായിട്ട് വന്നു പതിക്കുന്ന മനോഹരമായ ഒരു വെള്ളച്ചാട്ടം. ഇവിടുത്തെ പഞ്ചായത്തിൻ്റെയൊക്കെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അടുത്തിടെ ഈ പ്രദേശം വികസിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ പണികൾ മന്ദഗതിയിലാണ് ഇപ്പോൾ നടക്കുന്നത്. ടൂറിസം ബേസ്ഡായിട്ട് ഒരു കാലത്ത് വളർന്നു വരാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. പേര് കേട്ട വെള്ളച്ചാട്ടം കൂടിയാണ് AKM. വനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴുകിയെത്തുന്നത് കൊണ്ട് തന്നെ വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. അങ്ങനെ മുണ്ടക്കയത്തെ 4 വെള്ളച്ചാട്ടങ്ങളുടെയും കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഓരോ വെള്ളച്ചാട്ടങ്ങളുടെയും കാഴ്ചകൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ചാനൽ ഒന്ന് പരിശോധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുക. മറ്റൊരു കാഴ്ചയുമായി നമുക്ക് വീണ്ടും കാണാം.